അമിനാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ച റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ കമൻസും ലൈക്കും തരാൻ മറക്കല്ലേ. ആദ്യം തന്നെ കൂന്തലിൽ നിറക്കാനായിട്ട് ആവശ്യമായ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുക. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡിയായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ സവാള വേണമെങ്കിൽ സവാളയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയുള്ളിയായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 20 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞ ഒരു പച്ചമുളക് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിക്കണ്. ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് പെരുംജീരകപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാല എന്നും കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ കൂന്തൽ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുക. കൂന്തലിൻ്റെ തലൻ്റെ കുറച്ച് ഭാഗം വാലിൻ്റെ കുറച്ച് ഭാഗമൊക്കെയാണ് കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ മസാലയിലും കൂടെ കൂന്തലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ എനിക്കിവിടെ ഒരു 8 കൂന്തൽ ചെറുത് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഞാൻ അതിലേക്ക് ആവശ്യമായ മസാലയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഈ കൂന്തൽ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാനായിട്ട് ഒരു 10 മിനിറ്റ് വരെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കൂന്തളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയതും കൂടി ചേർത്തെടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ മസാലയൊക്കെ ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറിയ ശേഷമാണ് കേട്ടോ മസാല കൂന്തലിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഓരോരോ കൂന്തലിലായിട്ടായി നമുക്ക് മസാല ഫില്ല് ചെയ്തിട്ടെടുക്കുക. ചെറിയ കൂന്തലായതുകൊണ്ട് തന്നെ ചെറിയ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ നിറച്ചെടുത്ത്. ഇനി സ്പൂൺ കൊണ്ട് കഴിയണില്ലെങ്കിൽ കൈ വെച്ച് രണ്ടും കൂന്തലിൽ നിറച്ചെടുത്താൽ മതി. നമ്മൾ കുത്തി നിറയ്ക്കരുത്. കുത്തി നിറച്ചാൽ കൂന്തൽ ആവി കയറ്റുമ്പോൾ പൊട്ടിപ്പോവും. ഈ മസാല നിറച്ച ശേഷം അതിൻ്റെ മുകളിൽ ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കുകയും കൂടി ചെയ്യുക. അത് മസാല പുറത്തേക്ക് വരാതെക്കാനായിട്ടാണ് കേട്ടോ. മസാല മുകൾ വരെ നിറച്ചെടുക്കരുത്. ഒരു 1/4 ഭാഗത്തോളം നിറച്ചെടുത്താൽ മതി. ഇനി ആവി കയറ്റിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മൾ നൂലപ്പൊക്കെ ചുട്ടെടുക്കണ ആ തട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്ത് ഇനി കൂന്തൽ ഓരോന്നോരോന്നായി വെച്ചെടുക്കുക. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്നാണ് കേട്ടോ നമ്മൾ കൂന്തൽ ആവി കയറ്റിയെടുക്കണ്ട്. ഇനി നമ്മൾ ആവി കയറ്റി വേവിച്ച് വെച്ച കൂന്തളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനാവശ്യമായ ഒരു പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു 1/4 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാല, ഒരു തുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് പച്ചമണം മാറണ വരെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കൂന്തൽ ഇതിലേക്ക് ചേർത്തെടുക്കുക. ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യുക. ഫ്രൈ ചെയ്തെടുത്ത് വന്നപ്പോൾ ഒരു തുള്ളി വെളിച്ചെണ്ണ കുറവായി തോന്നിയപ്പോൾ ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്തെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത്. അപ്പോൾ കൂന്തളിന് വേവാനൊന്നുമില്ല. ആവി കിടന്ന് തന്നെ നമ്മൾ കൂന്തൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊന്ന് സെർവ് ചെയ്യാം. അങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ചത് നമ്മളും ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങളും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.